അപ്പോൾ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ലാമിക ബുട്ടീക്ക് എന്ന് പറഞ്ഞൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ്, എങ്ങനെ പോകുന്നു ബിസിനസ്? അതൊരു സക്സസ്ഫുൾ അല്ലാതായി പോയൊരു കാര്യമാണ്. ഇപ്പം ഞാൻ കറൻ്റ്ലി ഞാനത് സ്റ്റോപ്പ് ചെയ്തു, പക്ഷേ അത് ഡെഫിനറ്റ്ലി ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും. ഈ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ പറ്റാത്തൊരു പ്രശ്നം എനിക്കുണ്ട്. നോക്കി നടത്താൻ വേണ്ടി പറ്റും, നോക്കി നടത്താനല്ല, മെൻ്റലി ഞാൻ ഓക്കെ അല്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ചില ദിവസങ്ങളിൽ ഇപ്പം നടക്കുന്നത് തന്നെ ഞാൻ എന്നെ തന്നെ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് പുഷ് ചെയ്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല, എൻ്റെ മൈൻഡ് സ്റ്റേറ്റ് അതാണ്. ചില സമയത്ത് നമുക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റില്ല, പല്ല് തേക്കാൻ പറ്റില്ല, ഒരുങ്ങാൻ പറ്റില്ല. അതൊരു ആ ഡിപ്രഷൻ വരുമ്പോഴേ നമുക്ക് ആ അവസ്ഥയെ പറ്റി, ഇപ്പോൾ പുറമേ നോക്കുന്നവർക്ക് കഴിഞ്ഞ ദിവസം കൃഷ്ണ ചേച്ചി പറഞ്ഞതുപോലെ അത് പണിയില്ലാത്തതുകൊണ്ട് വരുന്ന ഒരു സംഭവമല്ല, ഒരവസ്ഥയാണ്. ഒരാൾക്ക് നമുക്ക് ഫിസിക്കലി നമുക്ക് ക്യാൻസറൊക്കെ വരുന്നത് പോലെ അത്രയും വളരെ മോശപ്പെട്ടൊരു അസുഖമാണ്. ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റില്ല ഒന്നിലും. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു തീവ്രതയിൽ നിന്ന് പുറത്ത് വരണം, എനിക്ക് എൻഗേജ്ഡ് ആയിരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഐ സ്റ്റാർട്ടഡ് ദാറ്റ്. പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻകം കിട്ടിക്കൊണ്ടിരുന്നു, പക്ഷെ എനിക്ക് അവിടെയും കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റിയില്ല. കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്തു. അതെ, ഇനി പതുക്കെ പറഞ്ഞു. ആദ്യം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ മെൻ്റലി സ്റ്റേബിൾ ആവണം.